ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവാഞ്ചലിയോൻ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 154ാമത് എപ്പിസോഡിലേക്ക് നാം വന്നു ചേർന്നിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ഇതിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്ന് ഈ ശുശ്രൂഷയിൽ ഗാനങ്ങൾ ആലപിക്കുവാൻ എത്തിയിട്ടുള്ളവരെ ഒരു വാക്കിൽ പരിചയപ്പെടുത്തുന്നു. ക്രിസ്തീയ ഗായക രംഗത്ത് ശോഭിക്കുകയും കർത്താവിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. സഹോദരൻ പ്രമോദ് എസ് ജോൺ കൊട്ടാരക്കര അവറുകളും അദ്ദേഹത്തിൻ്റെ മകൾ കെയ്ലൻ ആൻഡ് ജോൺ അവറുകളുമാണ് ഗാനങ്ങൾ ആലപിക്കാൻ എത്തിയിട്ടുള്ളത്. കർത്താവിൻ്റെ വേലയോട് ബന്ധപ്പെട്ട് തങ്ങൾ അലാവോളവും കർത്താവിനോട് അധ്വാനിക്കുന്ന ഒരു കുടുംബം കൂടിയാണ് അവർ. ഇന്ന് അവർ ചേർന്ന് ഈ ശുശ്രൂഷയിൽ ഗാനങ്ങൾ ആലപിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ നാമത്തിൽ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ലഘുസന്ദേശം അറിയിപ്പാനായി എത്തിയിട്ടുള്ളത് കർത്താവിൽ പ്രസിദ്ധ സുവിശേഷനായ ഷിജു തങ്കച്ചൻ അവറുകളാണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ നാമത്തിൽ പ്രിയ ദേവദാസിനെയും സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് ഞങ്ങളുടെ സഹോദരൻ ബെനറ്റ് ജോൺ കൊട്ടാരക്കരയാണ്. പ്രിയ സഹോദരനും ഈ ശുശ്രൂഷയിൽ തുടർമാനമായി കടന്നുവരികയും സംബന്ധിക്കുകയും ചെയ്യുന്ന ആളാണ്. പ്രിയ ദേവദാസിനെയും കർത്താവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കത്തക്കവണ്ണം ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ മകൻ ജിജിൽ കൊട്ടാരക്കരയാണ്. പ്രിയ മകനെയും കർത്താവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. അവിടെകളായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തീരുവാനും ആത്മീയ സന്തോഷത്തിൻ്റെ കാരണമായി തീരുവാനും ചിലർ കർത്താവിനെ കണ്ടുമുട്ടുവാനും ഇടയാകണതിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇപ്പോൾ കർത്താവദാസൻ പ്രമോദ് ജോൺ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കും. തുടർന്നുള്ള ശുശ്രൂഷകൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ വാഴ്ചപ്പെട്ട നല്ല കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. ഈ സായാഹ്ന സമയം ഞങ്ങൾക്ക് ഇപ്രകാരമായിരിക്കാൻ വരുവനായ ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ഒരു ദിനവും കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്ന കർത്താവേ. കഴിഞ്ഞ 153 മീറ്റിങ്ങുകൾക്കും കർത്താവിൻ്റെ കൃപ വളരെ അധികം ഉണ്ടായിരുന്നു. കർത്താവെ അവിടുന്ന് കർത്താവിൻ്റെ കൃപയാൽ നിറച്ചു. അതിനായിട്ട് സ്തോത്രം. അനേകം കാതുകളിലേക്ക് കർത്താവെ അവിടുത്തെ ഗാനങ്ങൾ എത്തപ്പെടുവാൻ, അനേകർ കർത്താവെ അവിടുത്തെ അറിയുവാൻ കർത്താവെ ഈ ഒരു മിനിസ്ട്രി മൂലം കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. 154ാമത്തെ മീറ്റിങ്ങിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്ന കർത്താവെ. ഇന്ന് കർത്താവെ ഗാനങ്ങൾ ആലപിക്കുന്നവരോടും കർത്താവെ അതുപോലെ പശ്ചാത്തല സംഗീതം ഒരുക്കുന്ന പ്രിയ സഹോദരനോടും കർത്താവെ എല്ലാം അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണം, സഹായിക്കണം കർത്താവെ. ദൈവമേ അതുപോലെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന പ്രിയ മകനോടും കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. വചനം സംസാരിക്കുന്ന അവിടുത്തെ വിലയേറെ ദാസനായിട്ടും സ്തോത്രം ചെയ്യുന്ന കർത്താവെ, വചനങ്ങളെ അവിടുന്ന് നൽകണം കർത്താവെ. ഞങ്ങൾക്ക് ഒരുമിച്ച് അപ്പനെ ഉയർത്തുവാൻ, അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ മീറ്റിംഗ് മൂലം അവിടുന്ന് ഇടയാക്കണം, സഹായിക്കണം. മഹത്വമെല്ലാം അവിടുത്തേക്ക് സർവ്വം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ദൈവസന്നിധി നമുക്ക് ഏറ്റവും പ്രിയകരമായ ഒരു കാര്യമാണ്. നാം എവിടെയൊക്കെ പോയാലും അതിനേക്കാളുപരി എത്രയോ സന്തോഷപ്രദമാണ് ദൈവ സന്നിധാനം ചേർന്ന് വരിക എന്നുള്ളത്. സംഗീതകാരൻ പറയുന്നത് സൈന്യങ്ങളുടെ യഹോവേ തിരുവാസം എത്ര മനോഹരം എന്ന് പറഞ്ഞ് ദൈവ ആലയത്തിൽ വസിക്കുന്നത് എത്ര സന്തോഷപ്രദമാണ് എന്ന് താൻ പറയുന്നു. എന്തുകൊണ്ടെന്നാൽ ദിനംതോറും ദൈവം ചെയ്യുന്ന നന്മകൾ ഓർക്കുമ്പോൾ മറ്റേതൊരു സ്ഥലത്തേക്കാളും അനിവാര്യമായ സ്ഥലം ദൈവസന്നിധി മാത്രമാണ്. ആ സന്നിധിയിൽ വരുമ്പോൾ ഹൃദയങ്ങൾ തുറന്ന് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ദൈവം ചെയ്ത നന്മകൾ ഓർത്ത് മഹത്വം കരയേറ്റുന്നു. ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഒരു ആരാധനയുടെ അനുഭവമാണ് ദൈവ സന്നിധാനം. കാരണം ദൈവം ഏറ്റവും ഉന്നതനും ഉയർന്നനുമാകയാലും സകല ജനത്തെയും ജഡത്തെയും പരിപാലിക്കുന്നതിനും വിശേഷാൽ തൻ്റെ മക്കളെ വേണ്ടതെല്ലാം നൽകി പോഷിപ്പിക്കുന്നതിനുമാകയാൽ ആ ദൈവത്തിനു മുമ്പാകെ നമുക്ക് ചേർന്ന് വരാം. ആ തിരുസന്നിധി എന്ന് പറയുന്നത് ഇത്ര മനോഹരമായ കാര്യമാണ്. ഈ ആശയങ്ങൾ കൊടുക്കുന്ന മനോഹരമായ ഒരു ഗാനം നിൻ തിരുസന്നിധിയിൽ എന്നാരംഭിക്കുന്ന മനോഹരമായ ഗാനം കർത്താവദാസൻ
പ്രമോദ് എസ് ജോൺ ആലപിക്കുന്നു. Praise the Lord. Praise the Lord. സന്നിധിയിൽ ഞാനിന്ന് കുമ്പിടുന്നു, നിൻ തിരുസന്നിധിയിൽ ഞാനിന്ന് കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിന്ദയാൽ മാത്രം ഞാനിന്ന് കുമ്പിടുന്നു. ക്രിയയാലല്ല നിന്ദയാൽ മാത്രം ഞാനിന്ന് കുമ്പിടുന്നു. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. നിൻ കൃപയാൽ നീക്കിയല്ലോ, വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. നിന്ദിതനാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. നിന്ദിതനാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ.
എന്നെ പിരിയുകില്ല. വൻതുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല. എന്നെ നടത്തുന്നു എന്നെന്നും കൂടുള്ളൂ നിൻ സ്നേഹമാകാതെ. എന്നെ നടത്തുന്നു എന്നെന്നും കൂടുള്ളൂ നിൻ സ്നേഹമാകാതെ. രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ദൈവ തിരുസന്നിധിയിൽ എത്തുക എന്നുള്ളത് ഏറ്റവും മനോഹരമായ കാര്യമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ സന്നിധിയിലേക്ക് എത്തുമ്പോൾ ഒരു ഭക്തന് പറയുവാൻ കഴിയുന്ന കാര്യം, ദൈവത്തെ ദർശിച്ചിട്ട് പറയാൻ കഴിയുന്നത് അങ്ങേപ്പോലെ ദൈവമേ മറ്റാരുമില്ല എന്നാണ്. അത് പറയാൻ കാരണമുണ്ട്. ആ ദൈവം സൈന്യങ്ങളുടെ ദൈവമാണ്, പരിശുദ്ധനായ ദൈവമാണ്. ആ ദൈവത്തെ വാഴ്ത്തുന്ന സറാഫുകൾ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പാകെ അവരുടെ പാദങ്ങൾ കാണിക്കാതെ രണ്ട് ചിറകൾ കൊണ്ട് പാദങ്ങൾ മൂടിയും. ദൈവത്തിൻ്റെ പരിശുദ്ധിയെ ദർശിക്കുവാൻ നിൽക്കണം. പാപമില്ലാത്തവരെങ്കിലും സറാഫുകളായ ആ ദൂതന്മാർ അവരുടെ മുഖം രണ്ട് ചിറകൾ കൊണ്ട് മൂടിക്കുന്നു. രണ്ട് ചിറകൾ കൊണ്ട് പറന്നുകൊണ്ട് അവർ പറയുന്ന ഒരു വലിയ ശബ്ദമുണ്ട്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നിങ്ങനെ ആർത്ത് ദൈവത്തെ ഉയർത്തി പറയുന്ന ഒരു വലിയ കാര്യം നാം കാണുന്നു. അതിന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദൈവത്തെ പോലെ മറ്റാരുമില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് വണങ്ങുവാനും ആരാധിക്കുവാനും നമുക്ക് കുമ്പിടുവാനും കഴിയുന്ന ഒരു മഹാദൈവം ഈ ദൈവം മാത്രമാണ്. അതുകൊണ്ടാണ് നാം ദൈവജനത്തിൽ വായിക്കുന്നു, മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിലും വേറെ ഒരു നാമവുമില്ല, യേശുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമവുമില്ല എന്ന് പറയുന്നത് ആ നാമം മഹോന്നതമായ നാമമാണ്. ആ ദൈവത്തിന് മുമ്പാകെ നമുക്കും വരുമ്പോൾ പറയാൻ കഴിയുന്നൊരു കാര്യം, ദൈവമേ അങ്ങയെപ്പോലെ വേറെ ഒരു ദൈവമില്ല, അങ്ങയെ ഞാൻ വണങ്ങുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ആ സന്നിധിയിൽ നമുക്കും ഇന്ന് വീണ് വണങ്ങി അവനെ ആരാധിക്കാം. മനോഹരമായ ഒരു ഗാനം, അങ്ങയെപ്പോലെ ദൈവമേ എന്നാരംഭിക്കുന്ന ഗാനം പ്രിയമകൾ കൈലൻ ആൻഡ് ജോൺ ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. The Lord.
ഈ ഭൂമിയിൽ മനുഷ്യന് ആസ്വദിക്കുവാൻ ധാരാളം സന്തോഷങ്ങളുണ്ട്. ലോകത്തിൻ്റെ സന്തോഷങ്ങളാണ് അവയെല്ലാം. ആ സന്തോഷങ്ങളൊക്കെ അല്പനേരം കൊണ്ട് അവസാനിക്കുന്ന സന്തോഷമാണ്. എന്നാൽ യഥാർത്ഥ സന്തോഷം നൽകുവാൻ കഴിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്തുകൊണ്ടെന്നാൽ സന്തോഷത്തിൻ്റെ കാരണഭൂതൻ അവനാണ്. എല്ലാവരെയും ആശ്വസിപ്പിക്കുവാനും എല്ലാവരെയും സഹായിക്കുവാനും കർത്താവിന് കഴിയും. ദുഃഖത്തിലിരിക്കുന്ന ഒരുവൻ്റെ സമീപത്തേക്ക് ചെന്നിട്ട് അവൻ്റെ പ്രശ്നമെന്താണെന്ന് മനസ്സിലാക്കി അവന് ആശ്വാസം പകരുകയും ഉള്ളിൽ സന്തോഷം നൽകുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. ഒരുപക്ഷെ അവൻ ഏകനാണെന്ന് തോന്നിയിരിക്കാം, ആരും എന്നെ സഹായിപ്പാൻ ഇല്ലെന്ന് തോന്നിയിരിക്കാം. എന്നാൽ ആ സ്ഥാനത്ത് നല്ല സഖിയായി കർത്താവ് അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ്റെ അടുത്തിരുന്ന് അവനെ തലോടുകയും ആശ്വസിപ്പിക്കുകയും നീ തനിച്ചല്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് അവനെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന, സന്തോഷം നൽകുന്ന ഒരുവനാണ് നമ്മുടെ കർത്താവ്. ഇന്ന് ഈ ഗാനങ്ങൾ കേൾക്കുമ്പോൾ ആരെങ്കിലും ലോകത്തിൻ്റെ സന്തോഷം തേടിപ്പോയി ജീവിതത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് നല്ല സഖിയായി സാക്ഷാൽ സന്തോഷം നൽകുവാനായി കഴിയുന്ന ഒരു രക്ഷിതാവുണ്ട്. അത് കർത്താവ് യേശുക്രിസ്തുവാണ്. കാൽവരിയിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്നതിന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ യേശുക്രിസ്തു നിങ്ങൾക്ക് സന്തോഷം നൽകും. ആ സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം. ആ സന്തോഷത്തിൽ ആശ്രയിച്ചാൽ അവൻ നിങ്ങൾക്ക് ആശ്രയമായ സങ്കേതമായിരിക്കും. ഈ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതായ മനോഹരമായ ഗാനം, കർത്താവിൽ സന്തോഷം അവനെന്നെ ബലം എന്നാരംഭിക്കുന്നതായ മനോഹരമായ ഗാനം കർത്താവിൻ്റെ ദാസൻ പ്രമോദ് എസ് ജോൺ ആലപിക്കുന്നു. ഹലോ സന്തോഷം അവനെൻ ബലം, പാരിതിൽ പാർക്കും നാൾ അവനെൻ ബലം, അവനെൻ്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവനെൻ്റെ സർവവുമേ, അവനെൻ്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവനെൻ്റെ സർവവുമേ.
സന്തോഷം അവനൻ ബലം. പാരിതിൽ പാർക്കുന്നാളവനൻ ബലം. അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും അവനെന്റെ സർവവുമേ. അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും അവനെന്റെ സർവവുമേ. ബലഹീനനെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവനെന്നോടു ചൊല്ലി. ബലഹീനനെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവനെന്നോടു ചൊല്ലി. ശക്തനാകുന്നവൻ ബലം പകരുന്നോ നിന്നോടു കൂടെയുണ്ട്. ശക്തനാകുന്നവൻ ബലം പകരുന്നോ നിന്നോടു കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം. പാരിതിൽ പാർക്കുന്നാൾ അവനൻ ബലം. അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും അവനെന്റെ സർവവുമേ. അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും അവനെന്റെ സർവവുമേ. അസാധ്യമെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവനെന്നോടു ചൊല്ലി. അസാധ്യമെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവനെന്നോടു ചൊല്ലി. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം. പാരിതിൽ പാർക്കുന്നാൾ അവനൻ ബലം. അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും അവനെന്റെ സർവവുമേ. അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും അവനെന്റെ സർവവുമേ. നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മുടെ
കയ്യിലുള്ള സമ്പത്ത് കൊണ്ടോ സൗകര്യങ്ങളോ അത് തീർക്കുവാൻ കഴിയാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മറ്റൊരുവനെ ആശ്രയിക്കുന്നത് ഒരു പതിവാണ്. അങ്ങനെ ലോകത്തിലുള്ള മനുഷ്യരിൽ ആശ്രയിച്ചാൽ പലപ്പോഴും ലഭിക്കുന്ന മറുപടി നമുക്ക് ആശ്വാസം പകരുന്ന മറുപടി ആയിരിക്കത്തില്ല. വീണ്ടും വീണ്ടും വേദനയിലെയും ദുഃഖത്തിലേക്കും പോകുന്ന സാഹചര്യമായിരിക്കും. അതാണ് ലോകത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ ലോക മനുഷ്യരെക്കാളും എല്ലാവരെക്കാളും മതിയായ ഒരു ദൈവമുണ്ട്. അത് കർത്താവാണ്. ആ കർത്താവിൽ ആശ്രയിക്കുന്ന ആരെയും അവൻ തള്ളിക്കളയുകയില്ല. അവരുടെ ആവശ്യം എന്തുമാകട്ടെ, ഏതൊരാവശ്യങ്ങളും ആയിട്ട് ദൈവസ്ഥനിലേക്ക് ചെന്നാൽ അത് നടത്തി കൊടുക്കുവാൻ മതിയായവനാണ് നമ്മുടെ ദൈവം. കാരണം തൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. അവൻ നമ്മെ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഉറ്റവർ നമ്മെ ഉപേക്ഷിച്ചു പോയാലും ലോകക്കാർ ഉപേക്ഷിച്ചു പോയാലും മാറയുടെ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായാലും തള്ളിക്കളയാതെ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന നല്ല ഒരു ആശ്രയം കർത്താവ് മാത്രമാണ്. ആശ വരുന്ന ഒരു മനോഹരമായ ഗാനം നമുക്ക് ശ്രമിക്കാം. ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങൾ ഏറി വന്നാലും. ആശ്രയം എന്നേശു മാത്രം ശോകങ്ങൾ ഏറി വന്നാലും. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും. വേണ്ട ഈ ലോകയിമ്പം പ്രിയനെ നീ മതി, വേണ്ട ഈ ലോകയിമ്പം പ്രിയനെ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം ശോകങ്ങൾ ഏറി വന്നാലും. മാറ്റമില്ലാത്ത സ്നേഹിതൻ, ഉറ്റവരായിരുന്നവർ ദ്വേഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ. ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും, ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും. വിൻ ശക്തിയാലെ നിത്യവും, വിൻ ശക്തിയാലെ നിത്യവും. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം ശോകങ്ങൾ ഏറി വന്നാലും.
തേടിയതല്ല ഞാൻ നിന്നെ, ക്രൂശിൻ സ്നേഹം നേടിയ പാപിയാമെന്നെ. തേടിയതല്ല ഞാൻ നിന്നെ, ക്രൂശിൻ സ്നേഹം നേടിയ പാപിയാമെന്നെ. ഓടുന്നു ലാക്കിലേക്ക് പാടുകൾ ഏറ്റു ഞാൻ, ഓടുന്നു ലാക്കിലേക്ക് പാടുകൾ ഏറ്റു ഞാൻ. മാറുവനാവതല്ലിനി, മാറുവനാവതല്ലിനി. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങൾ ഏറി വന്നാലും മാറയുണ്ടി മരുവതിൽ സാരമില്ല, മാറായിൻ നാഥനാമേശു. മാറായുണ്ടി മരുവതിൽ സാരമില്ല, മാറായിൻ നാഥനാമേശു. മാറാത്ത വാക്കു തന്നോൻ മാറുമോ ആയവൻ, മാറാത്ത വാക്കു തന്നോൻ ആറുമോ ആയവൻ. മാറ മധുരമാക്കിടും, മാറ മധുരമാക്കിടും. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങൾ ഏറി വന്നാലും, ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകം ഏറി വന്നാലും വേണ്ട ഈ ലോകയിമ്പം പ്രിയനെ നീ മതി, വേണ്ട ഈ ലോകയിമ്പം പ്രിയനെ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങൾ ഏറി വന്നാലും, ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങൾ ഏറി വന്നാലും. തൻ്റെ ഏകജാതനാഥനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ്! ലോകത്തെ ദൈവം സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ആർക്കും അത് ആശ്ചര്യത്തോടെ അല്ലാതെ കാണുവാൻ കഴിയില്ല. കാരണം ലോകം ദൈവത്തെ ഉപേക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിനെതിരായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ലോകക്കാരും ലോകവും മുന്നോട്ട് പോകുന്നു. ലോകം പിശാചിൻ്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആ ലോകത്തെ രക്ഷിക്കുവാൻ, ലോകത്തെ ലോകമയത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, പിശാചിനെ വിടുവിക്കുവാനായി ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. അത് ദൈവം ലോകത്തെ സ്നേഹിച്ചുകൊണ്ടാണ് ആ സ്നേഹം ഏകജാതനായ പുത്രനെ തന്നെ നൽകുവാൻ തക്കണം ദൈവത്തിന് പ്രസാദമായി തീർന്നു. ഈ ആശയങ്ങൾ വിടുന്നതായ ഒരു ഇംഗ്ലീഷ് സോങ്, ദൈവത്തിൻ പുത്രനാം എന്നാരംഭിക്കുന്ന മനോഹരമായ ഗാനത്തിൻ്റെ ഇംഗ്ലീഷ് പരിവേഷണ ഗാനം, ഗോഡ് സെൻഡ് ഹിസ് സൺ എന്നാരംഭിക്കുന്ന മനോഹരമായ ഗാനം പ്രിയമകൾ കെയ്ലൻ ആൻഡ് ജോൺ ആലപിക്കുന്നു.
ദൈവസ്നേഹം അത് എത്ര ആഴമുള്ള സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് മഹാസ്നേഹമെന്നാണ്. ആ മഹാ എന്ന വാക്കിന് അർത്ഥം നമുക്ക് വർണ്ണിച്ചു തരാൻ കഴിയത്തില്ല. ആ ദൈവസ്നേഹം സമുദ്രത്തിനേക്കാൾ ആഴമുള്ളതാണ്, ഈ ഭൂമിയേക്കാൾ വലിപ്പമുള്ളതാണ്, ആകാശങ്ങളെക്കാൾ ഉയരമുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൽ എത്ര ചിന്തിച്ചാലും അതിൻ്റെ ആഴം കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. ആ മഹാ സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. പാട്ടുകാരൻ എഴുതിയിരിക്കുക ഇങ്ങനെയാണ്: ഹേ രക്ഷയാം ദൈവ സ്നേഹക്കടലേ, ക്രിസ്തുവേശു നൽകും കരുണ പുരമേ, സൗജന്യമായി ലോകത്തെ വീണ്ടവനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ദൈവസ്നേഹം ധാരാളമായി ചൊരിയുണ്ടായി. നമ്മുടെ അടുത്തേക്ക് ആ സ്നേഹം ഇറങ്ങി വന്നു. ദൈവം പുത്രനിലൂടെ നമ്മെ സ്നേഹിച്ചു. നാം എവിടെയായിരുന്നുവോ, പാപത്തിൻ്റെ ആഴക്കടലിൽ നാം ആയിരുന്നപ്പോൾ അവിടേക്ക് വന്ന് നമ്മെ തേടി വന്ന, നമ്മെ രക്ഷിച്ച, വീണ്ടെടുത്ത ദൈവത്തിൻ്റെ മഹാസ്നേഹം. നമുക്കെന്ത് യോഗ്യതയുണ്ട് പറയാൻ? നമ്മുടെ യോഗ്യതകളൊന്നും നോക്കാതെ ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിന് മുമ്പാകെ നമുക്ക് വീണ് വണങ്ങാം. ആ സ്നേഹത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ പാപക്കറകളെ സമ്പൂർണ്ണമായി കഴുകിക്കളഞ്ഞ ആ ദൈവത്തിന് മുമ്പാകെ ഈ സമയത്ത് നമുക്ക് വീണ് വണങ്ങാം. അവൻ്റെ മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്താം. ഈ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മനോഹര ഗാനം, ഹേ രക്ഷയാം ദിവ്യ സ്നേഹക്കടലേ എന്ന് ആരംഭിക്കുന്ന ഗാനം സഹോദരൻ പ്രമോദ് എസ് ജോൺ ആലപിക്കുന്നു. ക്രിസ്തേശു നൽകും കരുണാപുരമേ, സൗജന്യമായി ലോകത്തെ വീണ്ടവരേ, സൗജന്യമായി ലോകത്തെ വീണ്ടവരേ, പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒഴുകിയിടണമേ, പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒഴുകിയിടണമേ.
ഞാൻ വീഴ്ത്തിയിടും കണ്ണീർ കൈപ്പേറിയതാ. വ്യർത്ഥം എൻ കണ്ണീർ രക്തസാഗരമേ, വ്യർത്ഥം എൻ കണ്ണീർ രക്തസാഗരമേ. പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒഴുകിയിടണമേ. പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒഴുകിയിടണമേ. പരീക്ഷകളും ഭയവും ഹേതുവാ എൻ ജീവിതം ഖേദവും ശൂന്യവുമാ. പ്രത്യാശയെനിക്കുണ്ട് നല്ലതിനാ, പ്രത്യാശയെനിക്കുണ്ട് നല്ലതിനാ. പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒഴുകിയിടണമേ. പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒഴുകിയിടണമേ. കൃപാക്കടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാം കാംക്ഷയോടെ നിന്നെ മടങ്ങുകില്ലിൻ നീ വീടും നീനി ഞാൻ, മടങ്ങുകില്ലിൻ നീ വീടും നീനി ഞാൻ. പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒഴുകിയിടണമേ. പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒഴുകിയിടണമേ. പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒഴുകിയിടണമേ. ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: യഹോവ എൻ്റെ ഇടയനാകുന്നു,
എനിക്ക് മുട്ടുണ്ടാകുകയില്ല. യഹോവ ഇടയനായി നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളും കഷ്ടങ്ങളും മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ദാവീദ് പറയുന്നത്, കൂരിരുൾ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. മരണ നിഴൽ താഴ്വരയുടെ അനുഭവത്തിലൂടെ കടന്നു പോയാലും അവിടെയെല്ലാം നമ്മെ താങ്ങുവാൻ കഴിയുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മെ കരുതുന്നവനാണ്. അവൻ്റെ കരുതൽ എത്ര ആശ്ചര്യകരമായ കരുതലാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട് നമ്മെ കരുതുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. രോഗത്തിൻ്റെ കഠിനമായ അവസ്ഥയിലൂടെ നാം കടന്നുപോയാലും അതിനപ്പുറത്ത് സൗഖ്യം നൽകുന്ന, ആ കരുതൽ നൽകുന്ന ഒരു രക്ഷിതാവ്. വേദനയുടെയും നിരാശയുടെയും ദുഃഖത്തിൻ്റെയും സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോയെന്ന് വന്നാലും അതിനപ്പുറത്ത് അതിനേക്കാൾ വലിയ സന്തോഷം നൽകുന്ന ഒരു കരുതലുള്ള കർത്താവ്. ഒരു ദൈവത്തിൻ്റെ ഭക്തനെ ദൈവം എങ്ങനെ കരുതുന്നുള്ളത് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന പലരും. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും വേർപാടിൻ്റെ വേദനയിൽ, ഏകനായിരിക്കുന്ന അവസ്ഥയിൽ, കണ്ണുനീരിൻ്റെ മധ്യത്തിൽ ആരും സഹായമില്ലാതിരിക്കുമ്പോഴൊക്കെ അരികിൽ വന്ന് നമുക്ക് കരുതൽ നൽകുന്ന, ആശ്വാസം പകരുന്ന ഒരു കർത്താവ്. ആ കർത്താവിനെ ഓർപ്പിക്കുന്ന കാരുണ്യവാനായ, സഹായകനായ, എല്ലാ കാലത്തും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും കരുതുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് ഈ ഗാനം കേൾക്കുമ്പോൾ ഈ ദൈവ കരുതൽ അനുഭവിക്കാൻ കഴിയാതെ ഇപ്പോഴും പാപത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സ്നേഹിതനാണ് നീയെങ്കിൽ, സഹോദര, നിന്നെ കരുതുവാൻ കഴിയുന്ന ഒരു രക്ഷിതാവുണ്ട്. നിനക്ക് വേണ്ടി ജീവനെ അർപ്പിച്ച് നിനക്ക് വേണ്ടി ദൈവ സന്നിധിയിൽ നിന്ന് ഈ ലോകത്തിലേക്ക് മനുഷ്യനെ അവതരിച്ച, ക്രൂശിൽ മരണത്തോളവും തന്നെ താൻ താഴ്ത്തിയ രക്ഷിതാവ് അവൻ ഇന്ന് ജീവിക്കുന്നു. ആ കർത്താവ് നിന്നെ കരുതും. ആ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന വരുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു. ഈ ആശയങ്ങൾ വരുന്നതായ ഒരു മനോഹരമായ ഗാനം, എന്നെന്നും കരുതുന്ന യേശു എന്ന് ആരംഭിക്കുന്ന ഗാനം പ്രേമകൾ കെയ്ലൻ ആൻഡ് ജോൺ ആലപിക്കുന്നു. നമുക്ക് ശ്രമിക്കാം. ഹലോ ഹലോ
എല്ലാ നാളിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എല്ലാ നാളിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടം വരെയും മരണം വരെയും നമ്മെ പിരിയാതെ കൂടിയിരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അവൻ നമ്മെ ഉപേക്ഷിച്ച് പോകുകയില്ല. അവൻ നമ്മെ അവൻ്റെ കൃപയാൽ എന്നും നടത്തിക്കൊണ്ടിരിക്കും. അവൻ്റെ സാന്നിധ്യം നമ്മെ വിട്ടുപോകാതെ എപ്പോഴും ഉണ്ടായിരിക്കും. എങ്ങനെയെന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ഹൃദയം ദൈവത്തിനായി വിട്ടുകൊടുത്ത ഒരു ദൈവത്തിനോട് ബന്ധപ്പെട്ട് അവനെ വിട്ടുപോകാതെ എപ്പോഴും അവനെ പിരിയാതെ കൂടെ നടക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ കുറിച്ച് പാടുന്ന ഒരു മനോഹര ഗാനം, തമിഴ് ഗാനം, ഒവ്വൊരു നാൾക്കിടയിലും എന്നാരംഭിക്കുന്ന മനോഹരമായ ഗാനം കർത്താവദാസൻ പ്രമോദ് ജോൺ ആലപിക്കുന്നു. അപ്പോൾ തന്നെ അദ്ദേഹവും സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരാളാണെന്ന് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചുവല്ലോ. ഓൺലൈൻ മിനിസ്ട്രിയിൽ കൂടെ കർത്താവിനെ അറിയിക്കുന്നതിൽ താനും ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ആ പ്രവർത്തനത്തെക്കുറിച്ചുകൂടെ ചെറിയ ഒരു വാക്കിൽ അദ്ദേഹം പറയും. അത് നിങ്ങളെ പരിചയപ്പെടുത്തും. ആ മിനിസ്ട്രി കാണുവാനും കേൾക്കുവാനും നിങ്ങൾക്കും പിന്നീട് ഇടയായിത്തീരുന്നതാണ്. കർത്താവദാസനെ ഇപ്പോൾ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രകാരം ഞങ്ങൾക്കും പ്രിയ പൈതലും ഒരുമിച്ചായിട്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുവാനായ ദൈവം ഞങ്ങളെ അനുവദിച്ചതോർത്ത് ഞങ്ങളെ ദൈവത്തെ സ്തുതിക്കുന്നു. ഏകദേശം കോവിഡിൻ്റെ കാലത്ത് 2021 സ്വർഗീയനാദം ദ ഹെവൻലി വോയിസ് എന്നൊരു മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് ദൈവം ഞങ്ങളെ ഇടയാക്കി. ആ കാലയളവിൽ, കോവിഡിൻ്റെ കാലയളവിൽ എങ്ങും ദൈവവചനം അറിയിക്കുവാനായിട്ട് സാധിക്കാത്ത ഒരു സമയം അതത് ഇടങ്ങളിൽ, അതത് ഭവനങ്ങളിൽ, അതത് രാജ്യങ്ങളിൽ അവരവരുടെ സമയങ്ങളിൽ സ്വർഗീയനാഥം ഒരു 5 മിനിറ്റത്തെ സന്ദേശവുമായിട്ട് എല്ലാവരുടെയും കാര്യങ്ങളിൽ എത്തിക്കൊണ്ടിരുന്നു. ഇന്നും അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവദാസന്മാർ അതിൽ 5 മിനിറ്റത്തെ സന്ദേശം നൽകുകയും അതിനോട് തുടർന്ന് ഗാനങ്ങളും ഒക്കെ അതിനോട് ചേർത്താണ് നാം സ്വർഗീയനാഥം എല്ലാവരുടെയും കൈകളിലേക്ക് എത്തിക്കുന്നത്. ഈ മിനിസ്ട്രി ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഗാനത്തിലേക്ക് പ്രവേശിക്കാം. கடைசிவரே ஒவ்வொரு நிமிடமும் கிருபையால் நடத்திடுமே. ஒவ்வொரு நாட்களிலும் பிரியாமல் கடைசிவரே ஒவ்வொரு நிமிடமும் கிருபையால் நடத்திடுமே. நான் உம்மை நேசிக்கிறேன், எந்தன் உயிரை பார்க்கிலும் நான் உம்மை நேசிக்கிறேன், எந்தன் உயிரை பார்க்கிலும் ஆராதிப்பேன் உம்மை நான் உண்மை மனதுடன். ஆராதிப்பேன் உம்மை நான் உண்மை மனதுடன்.
നண்பர்கள் തള്ളുകയിൽ എന്നുയർ കൊടുത്തു ഞാൻ നേസിത്തോർ വെറുക്കയിലേ പെറ്റ എൻ തായും நண்பர்கள் தள்ளுகையில் என்னுயிர் கொடுத்து நான் நேசித்தோர் வெறுக்கையிலே நீ என்னுடையவர் என்று சொல்லி அழைத்தீரன் செல்ல பேரு நீ என்னுடையவன் என்று சொல்லி அழைத்தீரன் செல்ல பேரே வளர்த்தீ வளவாக உம் நாம மகிமைக்காக வளர்த்தீ வளவாக உம் நாம மகிமைக்காக
നമ്മളെ കരുതുന്ന, നമ്മെ കൈവിടാത്ത ഒരു ദൈവമുണ്ട് എന്നാണ് നാം കേട്ടത്. ഇപ്പോൾ ഗാനങ്ങൾ ആലപിച്ച പ്രിയപ്പെട്ടവർ ചെയ്യുന്നതായ ശുശ്രൂഷയെക്കുറിച്ച് ഒരു വാക്ക് ഓർപ്പിച്ചുവല്ലോ. സ്വർഗീയനാദം എന്ന പ്രോഗ്രാം നിങ്ങൾ കാണേണ്ടതാണ്. കർത്തൃവേലയിൽ തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പങ്ക് ആ നിലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ഈ ശുശ്രൂഷയെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുകയും കമൻറ്റുകൾ അയക്കുകയും ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ മറുപടി തരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പിന്നീട് ഞങ്ങൾ പ്രതികരിക്കുന്നതായിരിക്കും. എങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ചിന്തകളുമൊക്കെ അതിലൂടെ ഞങ്ങളെ അറിയിക്കുന്നതിൽ സന്തോഷവാന്മാരാണ് ഞങ്ങൾ. സ്വർഗീയനാഥം എന്ന ശുശ്രൂഷയിൽ ദൈവജന ശുശ്രൂഷ ചെയ്യുന്നവരിൽ ഒരാളാണ് കർത്തദാസൻ ഷിജു തങ്കച്ചൻ അവറുകൾ. കൊട്ടാരക്കര പ്രദേശങ്ങളിലും ചുറ്റുപാടുള്ള പ്രദേശങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്ന കർത്തദാസൻ ഷിജു തങ്കച്ചൻ സുശേഷൻ അവറുകൾ മുന്നോട്ട് വന്ന് അല്പസമയം നിങ്ങളോട് ദൈവജനത്തിന് സംസാരിക്കുന്നതായിരിക്കും. അതിനെ തുടർന്നും ഗാനങ്ങൾ കേൾക്കുവാൻ കഴിയുന്നതാണ്. കർത്താവിൻ്റെ ദാസനെ ഇപ്പോൾ ദൈവജന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ മഹത്വം കരയറ്റുന്നു. വളരെ അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടിയും ശ്രവിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇതുവരെയും നമ്മെ സഹായിച്ചു. ശേഷം അല്പസമയം ദൈവവചനത്തിൻ്റെ മുമ്പാകെയായിരിക്കാനും സ്വർഗത്തിലെ ദൈവം നൽകിയ ഈ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അധികം സമയം എൻ്റെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് മുഖവരാധികം കൂടാതെ വളരെ വേഗം തിരുവെഴുത്തിലെ 2 വേദഭാഗങ്ങൾ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. പ്രാരംഭമായി ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യവും അതിനുശേഷം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 49-ൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളും. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ യഹോവ, ഇതാ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്. ഇതവർ ചെയ്തു തുടങ്ങുന്നു, അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകയില്ല. 49-ാം സങ്കീർത്തനം കൂടെ ഇതിനോട് ചേർത്ത് വായിക്കുന്നു. 49-ാം സങ്കീർത്തനം അതിൻ്റെ 7, 8, 9 വാക്യങ്ങൾ. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല. പ്രാരംഭമായി നാം വായിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ്. ആ വായിച്ച ഭാഗത്തിൻ്റെ പശ്ചാത്തലം ഏകദേശം നമുക്കെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. BC 3500 വർഷങ്ങൾക്ക് മുമ്പ് ബാബേൽ പണിയുന്ന കാലം നാം അവിടെ കാണുന്നത്, ജനമെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ആകാശം മുട്ട നിൽക്കുന്ന ഒരു ഗോപുരമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നു. ആ പണിയോടുള്ള ബന്ധത്തിലാണ് സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ അരുളി ചെയ്തത്: അവർ ഇത് ചെയ്യുവാൻ തുനിയുന്നു, അവർ ഇത് ചെയ്തു തുടങ്ങുന്നു, അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകയില്ല. ഈ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ആവശ്യമറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം കൈമാറുവാനാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഓർക്കുകയായിരുന്നു, ആ ആശയം വരുന്ന മനോഹരമായ ഗാനങ്ങളാണ് നാം ശ്രവിച്ചത്. ഇതവൻ ചെയ്യുവാൻ തുനിയുന്നു, അവൻ ചെയ്യുന്നതൊന്നും അവന് അസാധ്യമാകയില്ല. നാം ആയിരിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത്
ശാസ്ത്രീയമായി ഏറെ പുരോഗതി പ്രാപിച്ച ഒരു കാലഘട്ടത്തിലാണ്. കഴിഞ്ഞ ഒരു 50-100 വർഷത്തെ നമ്മുടെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏതൊരു വ്യക്തിയും അത്ഭുതം കൂറും വണ്ണം മാത്രമേ മനുഷ്യൻ്റെ പുരോഗതിയെ നോക്കിക്കാണുവാൻ സാധിക്കുകയുള്ളൂ. പണ്ടുള്ള നമ്മുടെ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞത് കാളവണ്ടി യുഗമെന്നാണ്. എന്നാൽ ഇന്ന് അത് മാറി നമുക്കറിയാം കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. അന്ന് വാഹനങ്ങളിൽ മൃഗങ്ങളെയൊക്കെ വെച്ചാണ് ആ വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അതെല്ലാം മാറി ശാസ്ത്രീയമായി മനുഷ്യൻ വളരെയേറെ പുരോഗമിച്ചു. ഇന്ന് 200-300 കിലോമീറ്റർ വേഗതയിൽ പായുവാൻ കഴിയുന്ന യന്ത്ര സമുച്ചയങ്ങൾ, വാഹന ശ്രേണികളുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം ശബ്ദ തരംഗങ്ങളെക്കാൾ പ്രകാശ തരംഗങ്ങളെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുവാൻ കഴിയുന്ന സൂപ്പർ സോണിക് വിമാനങ്ങളും അങ്ങനെയുള്ള ഒരു ജംബോ ജെറ്റ് യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. ശാസ്ത്രത്തിൻ്റെ വലിയ ഒരു നേട്ടമാണിത്. ഒരിക്കലും തെറ്റല്ല. ശാസ്ത്രത്തിൻ്റെ വലിയ വളർച്ചയെ ഇത് കാണിക്കുന്നു. ഇതൊരു സൈഡിൽ മാത്രമല്ല, ശാസ്ത്രം എല്ലാ മേഖലകളിലും വളർന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പണ്ടൊരാൾ വിദേശത്തേക്ക് പോയാൽ അദ്ദേഹത്തെ വീണ്ടും കാണണമെങ്കിൽ നമുക്ക് അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് വരണം. അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ അറിയണമെങ്കിൽ ഒരു ലെറ്റർ എഴുതിയാൽ എത്രയോ നാളുകൾ കഴിഞ്ഞിട്ടാണ് അത് നമ്മുടെ കൈകളിൽ ലഭിക്കുകയും അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ അറിയുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. കാലം മാറി, ശാസ്ത്രം പുരോഗമിച്ചു. ഈ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും ഒരു വ്യക്തിക്ക് അപ്പോൾ തന്നെ തൻ്റെ പ്രിയപ്പെട്ടവരെ, തൻ്റെ കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെയൊക്കെ അന്നേരം തന്നെ കാണുവാനുള്ള സജ്ജീകരണങ്ങൾ ഇന്ന് നമ്മുടെ കൺമുമ്പിലുണ്ട്. നമുക്കറിയാം നമ്മുടെ കയ്യിലിരിക്കുന്ന ചെറിയൊരു ഉപകരണം, സ്മാർട്ട് ഫോൺ, അതുവഴി എവിടെയുള്ളവരെയും ഏത് നിമിഷവും കാണുവാൻ സാധിക്കും. അത്ര ഏറെ ശാസ്ത്രം പുരോഗമിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമാണോ, നമ്മുടെ പണ്ടത്തെ കൃഷി രീതികളൊക്കെ ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ ഞാനിങ്ങനെ ഓർക്കാറുണ്ട്. പണ്ടൊക്കെ നാം എന്തെങ്കിലും വൃക്ഷഫലങ്ങൾ അല്ലെങ്കിൽ വൃക്ഷങ്ങളൊക്കെ നട്ട് കഴിഞ്ഞാൽ, ഒരു തെങ്ങ് നട്ട് കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അതിനകത്തുനിന്നൊരു കായ്ഫലം അനുഭവിക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയാണോ? 6 മാസം കൊണ്ട്, 1 വർഷം കൊണ്ട് വളരെ വേഗം കായ്ക്കുന്ന അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. നമ്മൾ ഒരുപാട് തെങ്ങിൻ്റെ മണ്ടയിലൊന്നും കയറണ്ട, താഴെ നിന്ന് തന്നെ അതിൻ്റെ ഫലം പറിക്കാവുന്ന നിലയിലുള്ള വിത്തിനങ്ങൾ. ശാസ്ത്രം എത്രയേറെ ആ മേഖലയിലും പുരോഗമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. അത് വളരെ നല്ലതാണ്, അത് തെറ്റാണെന്നല്ല പറയുന്നത്. മാത്രമല്ല നമ്മുടെ ചികിത്സാ രീതികൾ, അതൊക്കെ നാം ഒന്ന് ഓർത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പണ്ട് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള വൈദ്യശാലകളിലാണ് ആദ്യം പോകുന്നത്, അല്ലെങ്കിൽ അടുത്തുള്ള ആശുപത്രികളിൽ കടന്നു പോകും. വൈദ്യശാലകളിൽ പോയാൽ ഏത് അസുഖമായിട്ട് ചെന്നാലും ഒരു ചുമന്ന മരുന്നുണ്ട്, അത് കുലുക്കി അങ്ങ് കൊടുക്കും. അതാണ് എല്ലാ അസുഖത്തിനും ആശ്വാസമായിട്ട് അന്നിരുന്നത്. എന്നാൽ അടുത്ത ഹോസ്പിറ്റലിൽ പോയാലോ നമുക്കറിയാം വയറുവേദനയായിട്ടൊരു ഡോക്ടറെ നാം കാണാൻ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ തന്നെയാണ് കണ്ണുവേദനയുണ്ടെങ്കിലും പോകുന്നത്, ചെവി വേദനയുണ്ടെങ്കിലും പോകുന്നത്, പല്ലുവേദനയുണ്ടെങ്കിലും പോകുന്നത്. എല്ലാറ്റിനും ഒരു ഡോക്ടറായിരുന്നു. എന്നാൽ ഇന്ന് ശാസ്ത്രം പുരോഗമിച്ചു, കാലം മാറി. നമുക്കറിയാം ഇന്ന് കണ്ണ് കാണിക്കുന്ന ഡോക്ടറെ അല്ല കാല് കാണിക്കുന്നത്, ഇന്ന് സ്കിന്ന് കാണിക്കുന്ന ഡോക്ടറെ അല്ല ഹാർട്ട് കാണിക്കുന്നത്. ഓരോരോ മനുഷ്യ ശരീരത്തിലെ ഓരോരോ അവയവങ്ങൾക്കും ഓരോരോ സ്പെഷ്യലിസ്റ്റുകളുണ്ടായി, ഓരോരോ ഡോക്ടർമാരുണ്ടായി. അത് അവിടെയും നിൽക്കുന്നില്ല, നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യ ശരീരത്തിലെ ഓരോരോ അവയവങ്ങൾക്ക് വേണ്ടി ഓരോരോ ഹോസ്പിറ്റലുകൾ വരെ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുവാനിടയായി തീർന്നു. ഒരു സ്ഥലത്ത് ഒരു മനുഷ്യന് ആക്സിഡന്റ് സംഭവിച്ചു എന്നിരിക്കട്ടെ, ആ മനുഷ്യൻ്റെ ശരീരം മുഴുവനായിട്ട് തകർന്നുപോയി. എന്നാൽ അദ്ദേഹത്തിൻ്റെ തലയ്ക്കൊരു കുഴപ്പവുമില്ല. മറ്റൊരു സ്ഥലത്ത് ഒരു ആക്സിഡന്റ് നടന്നു, ആ മനുഷ്യൻ്റെ തല മുഴുവനായിട്ട് തകർന്നുപോയി. എന്നാൽ ആ മനുഷ്യൻ്റെ ശരീരത്തിന് ഒരു കുഴപ്പവുമില്ല. അങ്ങനെയാണെങ്കിൽ ശാസ്ത്രം ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്: ആ തകർന്നു പോകാത്ത തലയും ആ ഉടഞ്ഞു പോകാത്ത ശരീരവും, 2 സ്ഥലത്തുള്ള ആ ശരീരവും ആ തലയും ചേർത്ത് വെച്ച് പുതിയൊരു മനുഷ്യനെ ഉണ്ടാക്കാമോ, പുതിയൊരു മനുഷ്യന് ജീവൻ കൊടുക്കാമോ എന്ന് ഇന്ന് ശാസ്ത്രം കണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത്, ഞാൻ കേട്ടത് ഇങ്ങനെയാണ്: 2030 അതും സാധ്യമാകും. അത് ശാസ്ത്രം അത്രയേറെ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ വാർത്ത കേട്ടപ്പോൾ
കേട്ടപ്പോൾ ഇങ്ങനെ ഓർത്തു, അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ ഏത് വീട്ടിലേക്കായിരിക്കും പോകുന്നത്? തലയുടെ വീട്ടിലേക്കാണോ പോകേണ്ടത്, അതോ ഉടലിൻ്റെ വീട്ടിലേക്കാണോ പോകുന്നത്? നമുക്കറിയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാളെ അതും സംഭവിക്കും, ഒരു സംശയവുമില്ല. കാരണം ശാസ്ത്രം അത്രയേറെ വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നവുമില്ല, നല്ലതാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ത് എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ യുവതലമുറ പറയുന്നത്, ഈ കാലഘട്ടത്തിലുള്ള ആൾക്കാർ പറയുന്നത്, ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിരിക്കെ, ശാസ്ത്രം ഇത്രയേറെ വളർന്നിരിക്കെ ഇനി ഒരു ഭക്തിയുടെ ആവശ്യമുണ്ടോ? ഇനി ഒരു ദൈവവിശ്വാസത്തിൻ്റെ ആവശ്യമുണ്ടോ? നാം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് മുമ്പിൽ ചോദ്യമായി നിന്നതൊക്കെ ഇന്ന് നാം ഉത്തരം കണ്ടെത്തിയില്ലേ? പണ്ടത്തെ കാലത്തിൽ നിന്ന് നാം ഇത്രയേറെ വളർന്നില്ലേ? ഇനിയും നമുക്കൊരു വചനപ്രസംഗത്തിൻ്റെ ആവശ്യകതയുണ്ടോ? ഒരു ഭക്തിമാർഗത്തിൻ്റെ ആവശ്യമുണ്ടോ? ഒരു ഈശ്വര ചിന്തയുടെ ആവശ്യമുണ്ടോ? ശാസ്ത്രമല്ലേ ദൈവം? ആ നിലയിലേക്ക് ഇന്നത്തെ യുവതലമുറ മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ള വലിയ യാഥാർത്ഥ്യം എനിക്കും നിങ്ങൾക്കും നന്നായിട്ടറിയാം. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങളും അങ്ങനെയാണോ ചിന്തിക്കുന്നത്? അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ വിശുദ്ധ ബൈബിളിന് നിങ്ങളോട് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. അതാണ് ഞാൻ പ്രാരംഭത്തിൽ വായിച്ച 49-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം കണ്ടുപിടിച്ച മനുഷ്യൻ, എല്ലാ ശാസ്ത്രത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, ഈ മനുഷ്യന് ഒരിക്കലും സാധിക്കാത്ത, അവന് ഒരിക്കലും അസാധ്യമായിരിക്കുന്ന ഒരു വസ്തുതയെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യന് കണ്ടെത്തുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇങ്ങനെയൊരു ശുശ്രൂഷയുടെ ആവശ്യകതയെ ഇല്ലായിരുന്നു. ഒരിക്കലും മനുഷ്യന് സാധ്യമല്ലാത്ത ഒരു കാര്യം, അത് അങ്ങനെ ഒന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ആത്മീയ ശുശ്രൂഷയൊക്കെ ചെയ്യുവാൻ ഞങ്ങൾ വെമ്പൽ കൊള്ളുന്നത്. എന്താണ് മനുഷ്യന് ഒരിക്കലും സാധിക്കാത്ത കാര്യമായിട്ട് വിശുദ്ധ ബൈബിൾ പറയുന്നത്? അവിടെ നാം ഇങ്ങനെയാണല്ലോ വായിച്ചത്, 49-ാം സങ്കീർത്തനം 7-ാം വാക്യം, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കെങ്കിലും കഴിയുമോ? ഇത്രയേ ഉള്ളൂ. സഹോദരൻ ശവക്കുഴി കാണാതെ ജീവിച്ചിരിക്കേണ്ടതിന് അത് സാധ്യമാണോ എന്നാണ് ദൈവത്തിൻ്റെ വചനം ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ഓർത്തു, ഇതോടെ മനുഷ്യൻ കണ്ടെത്തിയിരുന്നുവെങ്കിൽ അവനെ മിടുക്കനെന്ന് പറയാമായിരുന്നു. എന്നാൽ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ അറിയാം, മനുഷ്യൻ ഇത്രയേറെ വളർന്നിരിക്കെ, മനുഷ്യൻ ഇത്രയേറെ പുരോഗതി പ്രാപിച്ചിരിക്കെ, നാം കാലഘട്ടങ്ങൾ കഴിയും തോറും മനുഷ്യൻ്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ അത് അല്പമെങ്കിലും മുന്നോട്ട് കൂട്ടുവാൻ ശാസ്ത്രീയ പുരോഗതികൾ കൊണ്ടൊന്നും മെഡിക്കൽ സയൻസിൻ്റെ വളർച്ച കൊണ്ടും ഇന്നേ വരെ സാധിച്ചിട്ടില്ല. ഓരോ ദിവസം കഴിയും തോറും മനുഷ്യൻ്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യമാണ് നാം ഓർക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഓർക്കുക, മരണത്തെ മറികടക്കുവാൻ ഇന്നയോളം ഒരു മരുന്നും കണ്ടെത്തിയിട്ടില്ല. വിശുദ്ധ ബൈബിൾ ചോദിക്കുന്ന ചോദ്യമാണ്, നിന്റെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട്, നിന്റെ ശാസ്ത്രീയ നേട്ടം കൊണ്ട്, നിന്റെ ഉയർച്ച കൊണ്ട് മരണത്തെ മറികടക്കുവാൻ സാധിക്കുമോ? ശവപ്പെട്ടി കാണാതിരിക്കുവാൻ സാധിക്കുമോ? നിനക്ക് എന്നേക്കും ജീവിച്ചിരിക്കുവാൻ കഴിയുമോ? ഇതാണ് ബൈബിളിൻ്റെ ചോദ്യം. പ്രിയപ്പെട്ടവരെ, എല്ലാം നല്ലതാണ്, ഉയർച്ച നല്ലതാണ്, പുരോഗതി നല്ലതാണ്. എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുവാൻ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. 49-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അത് ഒരു നാളും സാധിക്കുകയില്ല എന്നാണ് ഈ തെറ്റാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ശുശ്രൂഷ നടത്തുന്നത്? മനുഷ്യൻ മരണാനന്തരം അല്ലെങ്കിൽ മനുഷ്യൻ മരിച്ചു മാറ്റപ്പെടും, അവിടെ നിന്നൊരു രക്ഷയും ഇല്ല എന്ന് പറയുവാൻ വേണ്ടിയല്ല, മറിച്ച് മനുഷ്യന് ഇവിടെ നിന്ന് രക്ഷ നേടുവാൻ, അല്ലെങ്കിൽ ഒരിക്കലും സാധിക്കാതിരുന്ന അസാധ്യമായ ഒരു രക്ഷ ദൈവത്തിൻ്റെ വചനത്തിൽ തുറന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വാതിലുണ്ട്, അങ്ങനെ ഒരു വാതായനം തുറക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സത്യം ഞങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഈ സത്യം പറയുവാൻ ഞങ്ങൾക്കേറെ സന്തോഷകരമായിരിക്കുന്നത്. മനുഷ്യന് മരണാനന്തരം അല്ലെങ്കിൽ മരണമില്ലാതെ നിത്യജീവനിലേക്ക് കടക്കുവാൻ സാധിക്കുമെന്ന് ഈ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു. എങ്ങനെയാണ് മനുഷ്യന് മരണമില്ലാത്ത അവസ്ഥയിലേക്ക് കടക്കുവാൻ സാധിക്കുന്നത്? ഞാൻ അതിന് മുമ്പ് ഇങ്ങനെ പറയട്ടെ, നാം ഈ കാര്യം ചിന്തിക്കുന്നതിന് മുമ്പേ ആദ്യം നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യൻ എന്തുകൊണ്ടാണ് മരിക്കുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, ദൈവവചനം അറിയുന്ന എല്ലാവർക്കും അറിയാം. വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, പാപത്തിന്റെ ശമ്പളമാണ് മരണം.
ശാസ്ത്രത്തോട് സയൻസിനോടോ ഒക്കെ ചോദിച്ചാൽ മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു മറുപടി അത് നൽകുവാൻ സാധിക്കുകയില്ല. അത് പ്രകൃതിയുടെ വികൃതിയാണെന്ന് പറയും. മനുഷ്യന്റെ സന്തുലനാവസ്ഥ നിലനിർത്തുവാൻ മരണം അനിവാര്യമാണെന്ന് പറയും. മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ നിർജീവ അവസ്ഥയാണ് മരണത്തിലേക്ക് നയിക്കുന്നതെന്ന് പറയാൻ കഴിയും. എന്നാൽ മനുഷ്യൻ ഇന്ന കാരണത്താലാണെന്ന് കൃത്യമായി മരിക്കുന്നതെന്ന് പറയുവാൻ ഒരു ശാസ്ത്രത്തിനും ഒരു സയൻസിനും ഇന്നയോളം കഴിഞ്ഞിട്ടില്ല. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, പാപത്തിന്റെ ശമ്പളമാണ് മരണം. ഈ രാത്രിയിൽ മനുഷ്യൻ പാപിയാണെന്ന് തെളിയിക്കേണ്ട ആവശ്യകത എനിക്കില്ലാത്തവണ്ണം എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതർക്ക് എല്ലാവർക്കും അറിയാം, മനുഷ്യൻ പാപിയാണ്. മനുഷ്യൻ പാപിയാണെന്ന് തെളിയിക്കുവാൻ ഈ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഒരാവശ്യകതയുമില്ല. മനസാക്ഷിയുള്ള സത്യസന്ധതയുള്ള ഏതൊരു വ്യക്തിക്കും തിരിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാ മനുഷ്യരും പാപികളാണ്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, പാപത്തിന്റെ ശമ്പളമാണ് മരണം. ആ മരണത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ അസാധ്യമെന്നാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അസാധ്യമെന്ന് പറഞ്ഞിട്ടും ഞങ്ങളിത് സന്തോഷത്തോടെ പറയാൻ കാരണമായതെന്നറിയാമോ? അവിടെ നിന്ന് രക്ഷ നേടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വാക്യത്തിൻ്റെ ഇടയിൽ തന്നെ അനുഗ്രഹീതമായ ഒരു ആശയം തിരികെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കൽ കൂടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 49-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയുകയില്ല. എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം? 7-ാം വാക്യത്തിൽ വായിക്കുന്നത്, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും സാധിക്കുകയില്ല. ആ വാക്കിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: മനുഷ്യനെ വീണ്ടെടുക്കുവാൻ അഥവാ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ ആർക്കെങ്കിലും സാധിച്ചാൽ വീണ്ടെടുക്കപ്പെടാമെന്നാണ് ആ വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലേഖനം ചെയ്തിരിക്കുന്നത്. അത് ഒരിക്കലും സാധിക്കയില്ല എന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിനകത്തെ ഒരു വഴി അവിടെ തുറന്നു കിടപ്പുണ്ട്. എന്താണ്? ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ, മനുഷ്യന് പകരമായി തത്തുല്യമായ വില കൊടുക്കുവാൻ ആരെങ്കിലും തയ്യാറായാൽ, അങ്ങനെ ഒരു വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ കഴിഞ്ഞാൽ ഈ മരിക്കുന്ന മനുഷ്യനെ മരണത്തിൽ നിന്ന് നിത്യജീവങ്കിലേക്ക് പ്രവേശിപ്പിക്കുവാൻ സാധിക്കുമെന്നാണ് ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നത്. എന്നാൽ നമുക്ക് അവിടെ തന്നെ കാണുവാൻ സാധിക്കും, അതൊരു നാളും സാധിക്കുകയില്ല. എന്നാൽ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ അത് സാധിക്കുമെന്ന പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും അറിയാം. ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ ഒരു മനുഷ്യനെ കൊണ്ടും സാധിക്കുകയില്ല. കാരണം വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ നാം ആദ്യം ഓർക്കേണ്ടത്, മനുഷ്യനെ രക്ഷിക്കുവാൻ, അവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ വീണ്ടെടുപ്പ് വില കൊടുക്കണമെങ്കിൽ ആദ്യം ഒരു മനുഷ്യന്റെ വില എന്താണെന്ന് തിരിച്ചറിയണം. വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഒരു മനുഷ്യന്റെ വില എന്ന് പറയുന്നത് അത് സർവ്വലോകത്തേക്കാൾ വിലയുള്ളതാണ്. അവൻ്റെ ആത്മാവിനെ, അവൻ്റെ ജീവനെ സർവ്വലോകത്തേക്കാൾ വിലയുള്ളതായിട്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നത്. അങ്ങനെയാണെങ്കിൽ സർവ്വലോകത്തേക്കാൾ വിലയുള്ള മനുഷ്യനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ എന്ത് വീണ്ടെടുപ്പ് വിലയാണ് കൊടുക്കേണ്ടത്? ഞാൻ ഇങ്ങനെ ഓർത്ത്, ഒരു മനുഷ്യന് പകരം മറ്റൊരു മനുഷ്യനെ വെച്ചു കൊടുത്താൽ ഒരുവനെ രക്ഷിക്കുവാൻ സാധിക്കുമോ? അങ്ങനെയും സാധിക്കുകയില്ല. കാരണം എന്താ? ലോകത്തുള്ള സകല മനുഷ്യരും പാപികളായിരിക്കെ അവനവൻ്റെ പാപത്തിൻ്റെ ശമ്പളമായ കൂലിയായ മരണം അവനവന് കൊടുത്തു തീർക്കുവാൻ കഴിയാതെ ഇരിക്കെ അവന് വേണ്ടി മറ്റൊരുവനെ അർപ്പിച്ചാൽ അത് ദൈവം സ്വീകരിക്കുകയില്ല. എല്ലാ മനുഷ്യരും പാപിയാണ്. അതുകൊണ്ട് ഓരോരുത്തന്റെ പാപത്തിന്റെ ഫലം അനുഭവിക്കേണ്ടെന്ന സ്ഥാനത്ത് അവന് മറ്റൊരാളെ സഹായിക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ വേഗം പോകട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വീണ്ടെടുക്കുവാൻ, വീണ്ടെടുക്കപ്പെടുവാൻ, നിത്യജീവങ്കിലേക്ക് പ്രവേശിക്കുവാൻ, മരണമില്ലാത്ത അവസ്ഥയിലേക്കാകുവാൻ എങ്ങനെ സാധിക്കും? അതൊരിക്കൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ യേശുക്രിസ്തുവിനോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഗുരു, ആർക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കും? ആർക്ക് മോക്ഷം പ്രാപിക്കുവാൻ സാധിക്കും? വലിയവനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, അത് മനുഷ്യനാൽ അസാധ്യം, ദൈവത്താൽ സകലതും സാധ്യം. മനുഷ്യനെ രക്ഷിക്കുവാൻ അവൻ്റെ കർമ്മങ്ങൾ കൊണ്ടോ അവൻ്റെ പ്രവൃത്തികൾ കൊണ്ടോ അവൻ്റെ ഒരു പ്രത്യയ ശാസ്ത്രങ്ങൾ കൊണ്ടോ സാധിക്കയില്ല. അത് മനുഷ്യരാൽ അസാധ്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ പുത്രൻ പറഞ്ഞു,
അത് ദൈവത്താൽ സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്താൽ സാധ്യമായ ഒരു രക്ഷ, മനുഷ്യനെ രക്ഷിക്കുവാൻ അഖിലാണ്ടത്തിന്റെ കീഴിൽ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു മനുഷ്യനും അവനെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ അത് ദൈവത്തിന് സാധ്യമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇതല്ലേ പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ പുതിയ നിയമത്തിന്റെ ഇതിവൃത്തം എന്താണ്? വീണ്ടെടുപ്പുകാരനായ ദൈവം. നമുക്കറിയാം, സ്വർഗത്തിൽ വസിച്ചിരുന്ന വലിയവനായ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സർവ്വലോകത്തിന്റെയും സൃഷ്ടാവായ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് അവതരിച്ചു. വീണ്ടെടുപ്പിന്റെ നിയമത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് രൂത്തിന്റെ പുസ്തകത്തിലാണ്. വീണ്ടെടുപ്പുകാരൻ ചാർച്ചക്കാരനായിരിക്കണം, അവൻ വീണ്ടെടുക്കുവാൻ മനസ്സുള്ളവനായിരിക്കണം, അവൻ വീണ്ടെടുക്കുവാൻ കഴിവുള്ളവനായിരിക്കണം. ആ പ്രമാണപ്രകാരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് സഹോദരനായി, നമുക്ക് ചാർച്ചക്കാരനായി നമ്മുടെ കുടുംബത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നു. നാം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാകൊണ്ട് അവനും അവരെ പോലെ ജഡവും രക്തവും ധരിച്ച് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. എന്തിനു വേണ്ടി? എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ, ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിച്ചു. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആടുകളുടെയും കാളകളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമായുള്ള ഒരു വീണ്ടെടുപ്പ് നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് സാധിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു ലോകത്തിനും തരുവാൻ സാധിക്കാത്ത വീണ്ടെടുപ്പ് വലിയവനായ ദൈവം അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് സായത്തമാക്കി തീർന്നു. നിങ്ങൾ കാൽവരി ക്രൂശിലേക്കൊന്ന് നോക്കിയേ, അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ കിടക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച്, യേശു ക്രിസ്തു ചെയ്ത പാപം എന്താണ്? അവൻ ചെയ്ത ദ്രോഹം എന്താണ്? പീലാത്തോസ് മാറി മാറി വിസ്തരിച്ചിട്ടും പീലാത്തോസ് പറഞ്ഞ വാക്കെന്താണ്? ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, മരണകരമായ ഒരു പാപവും ഇവൻ ചെയ്തിട്ടില്ല, ഇവൻ നീതിമാനാണ്. യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ പറഞ്ഞത് എന്താണ്? പവിത്രനാണ്, നിർദോഷനാണ്, നിഷ്കളങ്കനാണ്, പാപികളോട് വേർപെട്ടവനാണ്. പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞത് എന്താണ്? ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. യോഹന്നാൻ പറഞ്ഞത് എന്താണ്? അവന്റെ മാറോട് ചാരിയിരുന്ന യോഹന്നാൻ പറഞ്ഞു, അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ പോലും അവനിൽ പാപമില്ല. ഒരിക്കൽ പാലസ്തീന്റെ മണ്ണിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങളിൽ ആർക്കെന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താ. അങ്ങനെ 3ഉം 4ഉം മത കോടതികളിൽ മാറി മാറി വിസ്തരിച്ചിട്ടും യേശു ക്രിസ്തുവിന്റെ മേൽ ഒരു കുറ്റവും ചാർത്തുവാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് റോമൻ ഗവർണറായ പീലാത്തോസ് എന്താണ് പറഞ്ഞത്? ഞാൻ അവനെ വിട്ടയക്കും, നിങ്ങൾ ആരോപിച്ച ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല എന്നാണ് പീലാത്തോസ് വിധി എഴുതിയത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ ചോദ്യം, അങ്ങനെ ഒരു കുറ്റവും ചെയ്തില്ല എങ്കിൽ, ഒരു കുറ്റവും തെളിയിക്കപ്പെട്ടില്ല എങ്കിൽ, നീതിപീഠം അവനെ കുറ്റവിമുക്തനാക്കിയെങ്കിൽ എന്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുവാൻ ഇടയായി തീർന്നത്? എന്താണ് അവനെ കൊന്നതിന്റെ പിന്നിലെ ചിത്രം? എന്താണ് അതിന്റെ കാരണം? എന്താണ്? നാം തിരുവെഴുത്തിൽ ഇങ്ങനെ വായിക്കുന്നുവല്ലോ, അവൻ നിങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റ് നിങ്ങളുടെ അതിക്രമങ്ങൾക്കുള്ള ഓഹരി അവന്റെ മേലായി, അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, കാൽവരി ക്രൂശിൽ ക്രിസ്തു മരിച്ചത് അവൻ ചെയ്ത കുറ്റം കൊണ്ടല്ല, അവൻ ചെയ്ത പാപമല്ല അവനെ ക്രൂശിച്ചത്, മറിച്ച് ഞാനും നിങ്ങളും ചെയ്ത പാപമാണ് കാൽവരി ക്രൂശിനോട് അവനെ ചേർത്ത് ബന്ധിച്ചത്. എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ ശിക്ഷയാകുന്ന മരണമാണ് എനിക്കും നിങ്ങൾക്കും പകരമായി, മറുവിലയായി ക്രിസ്തു കാൽവരി ക്രൂശിൽ തന്റെ ജീവനെ അർപ്പിച്ചത്. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ ജീവൻ അർപ്പിച്ചത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വീണ്ടെടുക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ആ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിലൂടെ നമുക്ക് വീണ്ടെടുപ്പ് പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. എത്രയോ വലിയ സന്തോഷമാണ്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നത്, സകല ഭൂസിമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുവിൻ. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പകരക്കാരനായി, നമുക്ക് വേണ്ടി മറുവില നൽകി. നാം വായിക്കുന്നുണ്ട്, കർത്താവ് എന്നപ്പം പറഞ്ഞു, ഞാൻ അനേകർക്ക് വേണ്ടി എൻ്റെ ജീവനെ മറുവിലയായി നൽകുവാനാണ് വന്നത്. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ആരെങ്കിലും ഈ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷയാകുന്ന മരണം നിങ്ങൾക്ക് പകരമാണ്, ഏറ്റെടുത്താണെന്ന് ആരെങ്കിലും തിരിച്ചറിയാതെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ഈ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. എൻ്റെയും നിങ്ങളുടെയും പാപമാണ് അവനെ ക്രൂശിച്ച് കൊന്നത്. ഞാനും നിങ്ങളും ഏൽക്കേണ്ടുന്ന മരണശിക്ഷയാണ് പരിശുദ്ധനായ, പാപമില്ലാത്ത, അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ, സർവ്വലോകത്തേക്കാൾ വിലയുള്ള ദൈവം തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരി ക്രൂശിൽ നൽകിയത്.
അതുകൊണ്ട് മറുവിലയുടെ വലിപ്പമോർത്ത് തെറ്റിപ്പോകാതെ വണ്ണം ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉൾത്തടത്തിൽ രക്ഷിതാവും കർത്താവുമായി നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ മരണഭയം മാറി പ്രത്യാശയോടെ അനുഗ്രഹീതമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കുവാനും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ആ ദൈവരാജ്യത്തിൽ എന്നേക്കും കർത്താവിനോടുകൂടെ നിത്യമായി വാഴുവാനും സാധിക്കും. തിരുവെഴുത്തിൽ ഇങ്ങനെ വായിക്കുന്നുവല്ലോ, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും അവൻ വിടുവിച്ചു. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ ശിക്ഷയായ മരണമേറ്റെടുത്തുകൊണ്ടാണ്. ഈ സത്യം നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ, കർത്താവേ ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് പരിശുദ്ധനായ അങ്ങ് ക്രൂശിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ നിൻ്റെ മകനാക്കി തീർക്കണമേ. ഇന്നു മുതൽ അങ്ങയുടെ മകനായി അങ്ങയെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ദൈവമക്കളെന്ന നിലയിൽ ജീവിപ്പാൻ അടിയങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ഈ ദൈവത്തോട് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. ആ നിലയിൽ വലിയവനായ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. ഇങ്ങനെ അല്പസമയം എനിക്ക് നൽകി തന്ന ഈ മിനിസ്ട്രിയിലെ പിന്നിലെ പ്രിയപ്പെട്ടവരോടും വിശേഷാൽ എൻ്റെ പ്രിയ സഹോദരൻ പ്രമോദ് സഹോദരനോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിൻ്റെ വിലയേറിയ നാമം മാത്രം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീതമായ സന്ദേശം നാം കേൾക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആ സന്ദേശത്തിലൂടെ ഉരുത്തിരിഞ്ഞ വാക്കുകൾ, ഒരു രക്ഷിതാവുണ്ടെന്നും ആ രക്ഷിതാവിനെ നിങ്ങൾ ദൈവമായും കർത്താവായി സ്വീകരിക്കണം, ആ ആശയമാണ് അതിലൂടെ ഉൾക്കൊണ്ടത്. അങ്ങനെ ഉള്ള അനുഭവമുള്ളവരായി തീരുവാൻ ഞങ്ങളുടെ ശ്രോതാക്കളെ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു പോയി. ഫറവോന്യ അടിമത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവരായി അവർ ദൈവം കാണിച്ചെന്ന പാതയിലൂടെ കനാൻ ദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്തു. അവരുടെ യാത്രയിൽ പലവിധമായ ക്ലേശങ്ങൾ അവർ അനുഭവിക്കേണ്ടി വന്നു. രാത്രിയിൽ പ്രകാശമില്ലാതെ അവർ ഭാരപ്പെട്ടപ്പോൾ യഹോവ അഗ്നിസ്തംഭമായി അവർക്ക് വെളിച്ചമായി നിൽക്കുകയുണ്ടായി. മരുഭൂമിയിൽ ചൂടിൻ്റെ കാഠിന്യം ഏറിയപ്പോൾ അവർക്ക് തണലായി കർത്താവ് യഹോവ മേഘസ്തംഭമായി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. മാറയിൽ മാധുര്യമായി അവൻ കൂടെയിരുന്നു. ചെങ്കടലിൽ ആ ചെങ്കടലിനെ മാറ്റി തുറന്ന പാതയൊഴുക്കി അക്കരെ നാട്ടിലെത്തിക്കുന്ന രക്ഷിതാവായി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ ദൈവം മനുഷ്യരുടെ അല്ലെങ്കിൽ തൻ്റെ മക്കളുടെ ഹൃദയഭാരങ്ങൾ കണ്ടിട്ട് കനിയുന്നവനാണ്, കരുണ കാണിക്കുന്നവനാണ്. അവരെ തള്ളിക്കളയുന്നവനല്ല, കരുണാമനായ കനിയുള്ളവനായ നമ്മുടെ ദൈവം. ആ ദൈവത്തിന് വിശ്വസ്തനാണ്. ആ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നതായ മനോഹരമായ ഒരു ഗാനം, കനിവിൻ കരങ്ങൾ ദിനം വഴി നടത്തും എന്ന് ആരംഭിക്കുന്ന ഗാനം ഞങ്ങളുടെ മകൾ കൈലൻ ആൻഡ് ജോൺ ഇവിടെ ആലപിക്കുന്നു. ഇവിടെ ഗാനങ്ങൾ ആലപിച്ച പ്രിയ പ്രമോദ് എസ് ജോൺ സവറിൻ്റെ മകളാണ്. വീട്ടിലെല്ലാവരും ഹണി എന്ന് വിളിക്കുന്ന ആ മകൾ കൈലൻ ആൻഡ് ജോൺ ഇപ്പോൾ ആ ഗാനം ആലപിക്കും. കർത്താവിൻ്റെ നാമത്തിൽ ഗാനം ആലപിക്കുവാൻ ശ്രമിക്കും. ഹലോ 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 കരങ്ങൾ
കർത്താവിൻ്റെ മഹത്വം 154 എപ്പിസോഡ് അനുഗ്രഹപ്രദമാക്കി തീർത്ത ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. ഇന്നത്തെ ഗാനങ്ങൾ ആലപിക്കുവാനും ശുശ്രൂഷയിൽ നയിക്കുവാനും എത്തിയ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓൺലൈൻ മിനിസ്ട്രിയിൽ കഴിഞ്ഞ 5 വർഷത്തോളമായി തുടർന്നുകൊണ്ടിരിക്കുന്ന സ്വർഗീയനാഥം എന്ന ശുശ്രൂഷയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്തദാസൻ പ്രമോദ് ജോൺ അവറുകളും ഒപ്പം അദ്ദേഹത്തിൻ്റെ മകൾ കെയ്ലൻ ആൻഡ് ജോൺ അവറുകളും കടന്നു വന്ന് മനോഹരമായതും അനുഗ്രഹീതമായതുമായ ഗാനങ്ങൾ ആലപിച്ചതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ആ പ്രിയപ്പെട്ടവരോട് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇന്ന് ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയത് പ്രശസ്ത കീബോർഡിസ്റ്റും മ്യൂസിഷ്യനുമായ ബെനറ്റ് ജോൺ കൊട്ടാരക്കരയാണ്. പ്രിയ സഹോദരൻ്റെ സേവനവും അനുഗ്രഹപ്രദമായി തീർന്നു. കർത്താവിൻ്റെ ദാസനുള്ള നന്ദി കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. അനുഗ്രഹീതമായ സന്ദേശം അറിയിച്ച സുവിശേഷൻ ഷിജു തങ്കച്ചൻ അവരുടെ കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ടവനും സ്വർഗീയനാഥം എന്ന ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുന്ന ആളാണ്. പ്രിയപ്പെട്ടവൻ ശുശ്രൂഷയെ തുടർന്ന് കർത്താവ് മാനിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കൃത്യമായ നന്ദി. ഒപ്പം ഈ ശുശ്രൂഷ നിങ്ങളിടത്തേക്ക് എത്തിക്കണം ക്യാമറ ഓപ്പൺ ചെയ്തത് ജിജിൽ കൊട്ടാരക്കരയാണ്. പ്രിയ മകനോടുള്ള നന്ദി അറിയിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഗാനങ്ങൾ സന്ദേശങ്ങൾ ശ്രവിച്ച ഇത് കണ്ട എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും നിങ്ങളോടുള്ള നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. വരും ദിവസങ്ങളിലും ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുവാനും ഈ ശുശ്രൂഷ കാണുവാനും കേൾക്കുവാനും മറ്റുള്ളവരെ പരിചയപ്പെടുത്തുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയിൽ ആദ്യം മുതൽ അവസാനം വരെയും കേട്ട ഗാനങ്ങളുടെ ആകത്തുക എന്ന് പറയുന്നത് ഒരു ദൈവം ഉണ്ട് എന്നും ആ ദൈവം മാറ്റമില്ലാത്തവനാണ്, ആ ദൈവം എന്നേക്കുമുള്ളവനാണ്, പാപികളുടെ പാപങ്ങളെ പരിഹരിച്ച് അവരെ ദൈവമക്കളാക്കി തീർത്ത് അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവാൻ കഴിയുന്നവനും അവരെ കൈവിടാതെ അവരുടെ കൂടെ ഇരിക്കുന്നതിനുമായ ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കാൽവരിയിൽ അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർന്നേറ്റ് ഇന്നും ജീവിക്കുന്നുവെന്നും ആ രക്ഷിതാവ് നിങ്ങളെ കൈവിടാതെ ഉപേക്ഷിക്കാതെ നിങ്ങളെ എവിടെ നടത്തുമെന്നുമുള്ള സന്ദേശമാണ് ഗാനങ്ങൾ കേട്ടത്. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ കേട്ട ആരെങ്കിലും ഈ കർത്താവിനെ കണ്ടുമുട്ടാത്തവരായുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവിൻ്റെ വില കണ്ടെത്തുവാൻ കഴിയാതെ ഇപ്പോഴും നിങ്ങൾ പാപത്തിൽ ജീവിക്കുന്നുവെങ്കിൽ ഇന്ന് കേട്ട സന്ദേശവും ഗാനങ്ങളും നിങ്ങൾക്കൊരു വഴിത്തിരിവായി തീരട്ടെ, കർത്താവിലേക്ക് തിരിയുവാൻ കാരണമായി തീരട്ടെ. നിങ്ങളെ കരുതുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. എല്ലാവരും നിങ്ങളെ തള്ളിക്കടയട്ടെ, സാരമില്ല. ലോകം നിങ്ങൾക്ക് അനുകൂലമല്ലാതിരിക്കട്ടെ, സാരമില്ല. നിങ്ങളെ കരുതുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന മഹാസ്നേഹവാനായ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഈ രാത്രിയിൽ കർത്താവിലേക്ക് വരുവാൻ ആർക്കഴിയും? ഈ സന്ദേശത്തിന് മുമ്പാകെ ഹൃദയങ്ങളെ താഴ്ത്തി ദൈവം മുമ്പാകെ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളെ സഹായിക്കുവാൻ കർത്താവിന് കഴിയും. നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കഴിയുന്നവനാകട്ടെ, നിങ്ങളുടെ വേദനയിൽ നിങ്ങൾക്ക് ആശ്വാസം പകരുവാൻ കഴിയുന്ന കർത്താവ് യേശു കർത്താവ് മാത്രമാണ്. ഈ രാത്രി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളായിരിക്കുന്നിടത്ത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിങ്ങളായിരിക്കാം, ഒരുപക്ഷെ ഒരു ചെറിയ മൊബൈലിൻ്റെ സഹായത്തിലായിരിക്കാം നിങ്ങൾ ഈ സന്ദേശവും ഗാനവും കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിത, നീ എവിടെയായിരുന്നാലും നിൻ്റെ അടുത്ത് നിന്നെ സഹായിക്കുവാൻ, നിന്നോട് ഇടപെടുവാൻ കഴിയുന്ന ഒരു ദൈവം, പാപികൾക്ക് വേണ്ടി മരിച്ചവനും അടക്കപ്പെട്ടവനും ഉയർത്തുന്നവനും ഇന്നും ജീവിതമായ രക്ഷിതാവ് അവൻ നിന്റെ സമീപത്തായിട്ട് നിൽക്കുന്നു. നിന്റെ ഹൃദയഭാരം അവൻ്റെ മേൽ വയ്ക്കുക.
നിങ്ങൾ സകല ഭാരവും അവന് മേൽ വയ്ക്കുക. ആ പരിഹാരം തരുവാൻ കഴിയുന്ന കർത്താവെങ്കിൽ ഈ രാത്രിയിൽ അഭയം പ്രാപിച്ചാൽ, നിങ്ങൾ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചാൽ, ഈ രാത്രി രക്ഷാ ദിവസമായി തീരട്ടെ. നിന്റെ ആത്മാവിന് വില കെട്ടുന്ന ദിവസമായി തീരട്ടെ. നിങ്ങൾ എന്തിന് സങ്കടപ്പെടുന്നു? നിങ്ങൾ എന്തെങ്കിലും ഭാരപ്പെടുന്നു? എന്തിന് നിങ്ങൾ നിരാശപ്പെടുന്നു? നിങ്ങളെ സഹായിക്കുവാൻ എന്നെന്നും കരുതുവാൻ കർത്താവ് കൂടെയുണ്ട്. ഈ രാത്രി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, നിങ്ങൾ ഏത് അവസ്ഥയിൽ കഴിയുന്നവരായിരുന്നാലും നിങ്ങൾ ദൈവമുമ്പാകെ നിങ്ങൾക്ക് സമർപ്പിക്കുക. രോഗത്തിൻ്റെ കാഠിന്യ നിമിത്തം നിരാശരായി നിങ്ങൾ കഴിയുന്നവരാണെങ്കിൽ, ആത്മഹത്യയുടെ വക്കിലാണെങ്കിൽ, നിങ്ങളെ സഹായിക്കുവാൻ കർത്താവിന് കഴിയും. യേശുവിലേക്ക് മടങ്ങി വരിക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. അൻപുള്ള ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമുണ്ടെന്നും ഞങ്ങളെ കരുതുന്ന കർത്താവുണ്ടെന്നും ഞങ്ങളെ കൈവിടാത്തവൻ കർത്താവ് മാത്രമാണെന്നും, കർത്താവെ, ഞങ്ങളുടെ ഏത് സാഹചര്യത്തിലും ഞങ്ങളുടെ പ്രശ്നങ്ങളിലും ഞങ്ങളെ താങ്ങുവാൻ കഴിയുന്ന രക്ഷിതാവ് അങ്ങ് മാത്രമാണെന്ന് കേൾക്കുകയുണ്ടായി. കർത്താവെ, ഇന്ന് ഗാനങ്ങളും സന്ദേശം കേട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ സമാധാനത്തിൻ്റെ ദിവസമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. രോഗത്തിൻ്റെ കാഠിന്യത്തിൽ കഴിയുന്ന അനേകര് ഈ ഗാനങ്ങളും സന്ദേശം കേട്ടിട്ടുണ്ട്. കർത്താവെ, ഞങ്ങൾക്ക് ഒരു കൂടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന ധാരാളം പേർ കർത്താവ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെ രോഗത്തിന് സൗഖ്യം നൽകണമേ കർത്താവെ. തീരാവ്യാധികളാലും മാറാരോഗങ്ങളാലും പ്രയാസങ്ങളാലും നിരാശയിൽ കഴിയുന്ന ധാരാളം പേരുണ്ട്. കർത്താവെ, അവർ ആത്മരക്ഷനായ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഈ രാത്രി ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രോഗികൾക്ക് സൗഖ്യദാന കർത്താവെ, അവർക്ക് സൗഖ്യം നൽകണമേ. പാപികൾക്ക് പരിഹാരം നൽകി അവരെ കർത്താവിലേക്ക് ആനയിക്കണമേ. ഈ രാത്രി സമാധാനത്തിന്റെ ദൈവം എല്ലാവരുടെ മേലും ഇരുന്ന് ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ശുശ്രൂഷയെ മാനിച്ചതിനായ സ്തോത്രം, അവിടെ സ്ഥാനത്ത് നിർത്തനായ സ്തോത്രം. മഹത്വമെല്ലാം കർത്താവിൻ്റെ ഇഷ്ടമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നാം ഏവരോടും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ഭൂലോകം പാടും കർത്താവിന് വരുവാനായി കാത്തിരിക്കുന്ന സകല ജനത്തിലൂടെയും ഇന്നും കാലാവസരം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.